പ്രിയപ്പെട്ടവരെ, ക്രാക്കോ പോളണ്ടിൽ സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ മഡം ചാപ്പലാണ് നമ്മളിപ്പോൾ കാണുന്നത്. സെയിൻറ്റ് ഫൗസ്റ്റീന ഇവിടെയുണ്ട്. സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ് ഈ ഒരു വട്ടത്തിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് റെലിക്കാണുള്ളത്. പിന്നെ ബാക്കി നമ്മൾ അവരുടെ ടൂമ്പിൽ നിന്ന് എടുത്തത് ഈ ഒരു അലബാസ്റ്ററിനകത്ത് ഈ സെപ്പൾക്കർ മാതിരി ഉണ്ടാക്കി ഈ വെള്ള കാണുന്ന അതിനകത്ത് നമ്മൾ അടക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈശോയുടെ പാദപീഠത്തിലാണ് സെയിൻറ്റ് ഫൗസ്റ്റീന എപ്പോഴും ഉള്ളത്. അത് ജീവനോടെ ഇരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് വലിയ ഒരു മഹാസംഭവം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഇത് അവരുടെ ആ കാലഘട്ടം മുതലുള്ള ചാപ്പലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഇതിപ്പം നമ്മുടെ മേൽവശത്ത് ജനാല കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒന്ന് കാണിക്കാം നിങ്ങളെ. ഇതൊരു ജനാലയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ലാൻഡ് ചെയ്തിട്ട് അതിങ്ങനെ തുറക്കാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ അമർത്തിയാൽ അത് തന്നെത്താനെ തുറന്നു വരും. ഇതാണ് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ് മൊത്തമായിട്ടും ബാക്കിയുള്ളത്, അതായത് തിരുശേഷിപ്പായിട്ട് നൽകാത്ത ബാക്കിയുള്ള ഭാഗങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ വട്ടം ഇതൊരു ബ്രാസും കൊണ്ടുണ്ടാക്കി ഇതിങ്ങനെ ഇവിടെ ഇതിങ്ങനെ ഈ വട്ടം കൊണ്ടുണ്ടാക്കി ഇതിലിങ്ങനെ തിരുശേഷിപ്പ് ഫസ്റ്റ് ക്ലാസ് റെലിക്ക് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഓരോരുത്തർ അനുഗ്രഹം കിട്ടിയിട്ട്, ഇതൊന്നും ഒരു കാസയൊന്നുമല്ല, സ്വർണത്തിൻ്റെ ആഭരണങ്ങളാണ്. ഇത് ഈ കാണുന്ന ഇങ്ങനെ ലൈൻ പോലെ ഇരിക്കുന്നത് ഇതെല്ലാം മാലകളാണ്. മാലകളും മോതിരങ്ങളും ലോക്കറ്റുകളും ഇതെല്ലാം ഒരു ഡിസൈൻ മാതിരി സിസ്റ്റേഴ്സിൻ്റെ കഴിവും കൂടെയാണ് കിട്ടി. ഇത് ഹാർട്ട് രൂപത്തിലുള്ള വലുത് ചെറുതുമായിട്ടുള്ള ഹാർട്ടുകൾ, അതായത് ഹാർട്ടിൻ്റെ അസുഖം ഭേദമായി കിട്ടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇത് കാണുന്ന ഒരു ഹാർട്ടാണ്, കാണുന്നുണ്ടല്ലോ, ഇത് വെള്ളിയാണ്. അതുപോലെ അവർ വളരെ മനോഹരമായിട്ട് ഇവരെ ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ഡിസൈനൊക്കെ ഉണ്ടാക്കി ഈ പൂമാതിരിയൊക്കെ വെച്ചിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഹാർട്ടുകളാണ്. ഇത് നിങ്ങൾക്ക് കാണാം. സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ കൊണ്ടാണ് ആ കാസ പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിവിടെ സ്വർണം കൊണ്ട് തന്നെയാണ് സുർസം കോർദ. ഇത് അതുപോലെ തന്നെ ഓരോ ആഭരണങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഡിസൈൻസാണ്. നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫൗസ്റ്റീനമ്മനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒറ്റ ഒരു മാലയാണ്. പിന്നെ ഈ റൈറ്റ് സൈഡിലുള്ളത്, ഞാൻ ഈ സ്ഥലത്ത് 9 പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഓരോ ടയലും എന്ന കണക്ക് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഒരു മഹത്തായ ഒരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഒരു 2-3 കിലോയും കൊണ്ട് അത്രയും തിക്കായിട്ട്, 1 ഇഞ്ചിൽ കൂടുതൽ തിക്കായിട്ട് വലിയ ഒരു വലിയൊരു ഓസ്ട്രേലിയയുടെ ഭൂപടം സ്വർണം കൊണ്ട് തീർത്ത് അതിൻ്റെ മുകളിൽ അത് കൊടുത്ത ആളിൻ്റെ, ഓഫർ ചെയ്ത ആളിൻ്റെ, അത് നേർച്ചയായിട്ട് ഇവിടെ സമർപ്പിച്ച ആളിൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഓസ്ട്രേലിയ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, അത്ര മനോഹരമായിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങേ സൈഡിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈശോനെ ഇവിടെ കാണുന്നു. മറ്റേ സൈഡിൽ ഉണ്ണീശോയും എടുത്തുകൊണ്ടുള്ള വിസ്ത യൗസേപ്പിൻ്റെ ഇമേജാണ് വെച്ചിരിക്കുന്നത്. എല്ലാം നമുക്ക് ഇവിടെ ചെന്നിരുന്നു. ഞാൻ നമ്മുടെ പനക്കലച്ചനുമായിട്ട് ഒരു ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് അവിടെ ചെന്നിരുന്നു. നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട തോമസ് പനക്കലാണ്. അദ്ദേഹം കോഴിക്കോട് രൂപതയുടെ വികാർ ജനറലായിട്ടിരുന്ന് ഇപ്പോൾ റിട്ടയർ ആയിട്ടുണ്ട്, ഓൾഡ് ഏജിൻ്റെ കാരണം. അപ്പോൾ അദ്ദേഹമായിട്ട് ഇവിടെ ചെന്നു. അപ്പോൾ വലിയ ബസലിക്ക പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. 4000 പേർക്ക് ഇരിക്കാവുന്ന ബസലിക്ക പള്ളിയാണ്. ജോൺ പോൾ II 17-ാം തീയതി ഓഗസ്റ്റ് 2002 അത് ഡെഡിക്കേറ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4000 പേർക്ക് ഇരിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോൾ അച്ഛൻ ഇവിടെ വന്നിരുന്നിട്ട് എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഇത് ഇവിടെ നമ്മളിരിക്കുമ്പോൾ ആ ദൈവിക സാന്നിധ്യം ഭയങ്കരമായിട്ടുള്ള വേറൊരു പ്രസൻസാണ്, വേറൊരു ലെവലാണത്. പക്ഷേ ഇത് മറ്റേത് നാൽക്കവലയാണെന്ന് തോന്നുന്നത്. ആ പള്ളി നാൽക്കവലയായിട്ടല്ല, അതിൻ്റെ വ്യത്യാസം അച്ഛൻ അനുഭവിച്ചത് എന്നോട് പറഞ്ഞറിയിക്കുകയായിരുന്നു.
അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഇതൊന്ന് ഇപ്പം നമ്മൾക്ക് കരുണയുടെ പെരുന്നാളൊക്കെ വരികയാണല്ലോ, അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഓക്കെ. ബസിലിക്കപ്പള്ളി ഇപ്പം ഇതിനകത്ത് എടുക്കാൻ കഴിയുന്നില്ല. ഞാൻ അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എനിവേ കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ഒരു വെള്ളിയാഴ്ച കരുണയുടെ പെരുന്നാളിൻ്റെ തുടക്കമായിട്ടുള്ള നൊവേന നമ്മൾ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും അത് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യണം. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്നും പറഞ്ഞിങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. എന്നെയും കൂടെ ഓർത്ത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചോണം. ഓക്കെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അവിടുത്തെ സിസ്റ്റേഴ്സാണത്. അവരുടെ പേയിൽ നിങ്ങൾക്ക് സെയിൻറ്റ് പോപ്സിനെ നോക്കിയാൽ അറിയാം. ആ സ്റ്റാച്യുവിൽ അതുപോലെ തന്നെയാണ് ഇത്. വർഷങ്ങൾ 200 ശേഷം വർഷങ്ങളായിട്ട് ഫ്രാൻസിലെ ഒരു കോൺവെൻറ്റിൻ്റെ അനുകരിച്ചുള്ള ഇതാണ്. ആ കാലഘട്ടത്തിൽ മുഖം മാത്രമേ കാണുകയുള്ളൂ, വേറൊരു ശരീരഭാഗം കാണാൻ നമുക്ക് കഴിയുകയില്ല. സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ പടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതറിയാവുന്നതാണ്. ഇന്നും സിസ്റ്റേഴ്സ് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.